അപ്പോൾ CUET PG ജൈത്രയാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മുടെ മറ്റൊരു ദിവസം മറ്റു കുറച്ച് പരീക്ഷകൾ അതിൻ്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്തു. അല്ല, നമ്മളെന്തായാലും ഇവിടെ നേരത്തെ എത്തിയ സ്ഥിതിക്ക് നമ്മൾ തുടങ്ങാമെന്ന് വെച്ചാൽ. അല്ല, ഇന്ന് ഏതൊക്കെ പരീക്ഷ? ഇന്ന് രാവിലെ ഹിസ്റ്ററി, ഉച്ചൻ്റെ ശേഷം മാസ് കമ്മ്യൂണിക്കേഷൻ, സോഷ്യോളജി. കാണാതെ പഠിച്ചു പോകുന്നതാ. ഇന്ന് എത്രാമത്തെ ദിവസമാണെന്ന് അറിയോ? ഇന്ന് നാലാമത്തെ എക്സാം. നാലാമത്തെ ദിവസം നമ്മുടെ കുട്ടികളുടെ പ്രതികരണങ്ങളിലേക്ക്, അല്ലെ നമ്മുടെ സ്റ്റുഡൻസിന്റെ പ്രതികരണങ്ങളിലേക്ക്, PG എഴുതുന്ന ഏതൊരാളുടെയും പ്രതികരണങ്ങളിലേക്ക് നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം. ഏത് സബ്ജക്റ്റിലെ എക്സാം എഴുതിയത്? സോഷ്യോളജി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. കൂടുതലും മറ്റേ ഇതായിരുന്നു, നമ്മളെ കൊട്ടേഷൻ കൊടുത്തിട്ട് എന്താണ് അതിന് പറയാ, റീസൺ അസേഷൻ ടൈപ്പ് ആയിരുന്നു കൂടുതലും ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എക്സാം എങ്ങനെ, ഫ്ലോപ്പ് ആയിരുന്നു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു? ഫ്ലോപ്പ് ആയിരുന്നു. പേര് അസീം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം നോക്കുകയാണെങ്കിൽ എൻ്റെ മെയിൻ വിഷയം ഇതല്ല, എക്കണോമിക്സ് ആണ്. ഇത് മാസ് കമ്മ്യൂണിക്കേഷൻ സബ്ബായിട്ട് എഴുതിയ എക്സാം. പക്ഷേ ജനറലാണ് കുറച്ച് ടഫായിട്ട്. മാസ് കമ്മ്യൂണിക്കേഷൻ ഏകദേശം ജനറൽ നോളജ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഹായ്, പേരെന്താണ്? പേര് മുഹമ്മദ് ഷിബിലി. ഏത് എക്സാം ആയിരുന്നു എഴുതിയത്? മാസ് കമ്മ്യൂണിക്കേഷൻ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഡൊമൈൻ പാർട്ട് വളരെ സിമ്പിൾ, പിന്നെ ജനറൽ പാർട്ട് കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു, ആ ഗ്രാമർ ഭാഗമൊക്കെ. അതാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പിന്നെ മാത്സ് പോർഷനൊക്കെ വളരെ സിമ്പിൾ. ഹായ്, പേരെന്താണ്? തസ്ലീം. ഏത് സബ്ജക്റ്റിലാണ് എക്സാം എഴുതിയത്? ഇതില്ല, പെട്ടെന്ന് കിട്ടുന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ ഇട്ടതിൽ നല്ല തെറ്റുണ്ട്. സബ്ജക്റ്റ് ഇട്ടത് എനിക്ക് ടെൻഷനായിട്ട് ഫുള്ള് മൈൻഡ് മൊത്തത്തിൽ നിൽക്കണം. അതുകൊണ്ടാണ്. പിന്നെ എക്സാം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓപ്ഷനിൽ നമുക്ക് തന്നെ മനസ്സിലാവും ഫുള്ളും മിസ്റ്റേക്സ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഇട്ടതിൽ ഇന്നലെ ഈ എക്സാമിൽ ഇതിനെക്കൂടെ കുറച്ച് കുറവായിരുന്നു, ഇന്ന് കുറച്ചുകൂടെ കൂടുതലായി മിസ്റ്റേക്സ്. ഇന്നലെ ഏതായിരുന്നു എഴുതിയത്? അതൊന്നും ഓർമ്മയില്ല. കാരണം എന്താ വെച്ചാൽ ഒന്നും ഞാനല്ല ചെയ്തൊക്കെ ബ്രദറാണ് ഇങ്ങനെ ചെയ്തത്. ഞാൻ വന്ന് എക്സാം ചെയ്താൽ പോവാം, ഒന്നും വെച്ചിട്ടൊന്നുമില്ല. ഏത് യൂണിവേഴ്സിറ്റിയാണ് പ്രിഫർ ചെയ്യുന്നത്? പോണ്ടിച്ചേരി. ഹായ്, പേരെന്താണ്? ഗോഡ്വിൻ. ഏത് എക്സാം ആണ് ഇന്ന് എഴുതിയത്? മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. ഏത് യൂണിവേഴ്സിറ്റിയാണ് പ്രിഫർ ചെയ്യുന്നത്? പോണ്ടിച്ചേരി. പേരെന്താ? സഫ. എവിടുന്നാ വരുന്നത്? ഇന്ന് ഏത് എക്സാം എഴുതിയ? MCJ. ഏത് യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നത് MCJ കിട്ടിയിട്ട്? ഞാൻ കേരള തന്നെയാണ്. അപ്പം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില്? കുഴപ്പമില്ല, മീൻസ് വിചാരിച്ചതിനേക്കാളും ഈസിയാണ്. പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, കൂടെ ഡിഗ്രീന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പ്രിപ്പയർ ചെയ്തിരുന്നു. ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി എത്താൻ ഓൾ ദി ബെസ്റ്റ്. പേരെന്താ? ജാനിഷ്. എവിടുന്നാ വരുന്നത്? വാഴക്കാട്. ഇന്ന് ഏത് എക്സാം എഴുതിയ? സോഷ്യോളജി. അപ്പം UGക്ക് സോഷ്യോളജി തന്നെയാണോ പഠിച്ചത്? എവിടെയായിരുന്നു? ഞാൻ പാലയമാട്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഏകദേശം സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നത്. പിന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട നമ്മളെ സബ്ജക്റ്റ് തന്നെ ആയതുകൊണ്ട് പിന്നെ കുറച്ച് മാത്സും അതേപോലെ ഇംഗ്ലീഷ് ഗ്രാമറും അങ്ങനെ അതിൻ്റെ 25 ക്വസ്റ്റ്യൻസും ഇത് 75 ക്വസ്റ്റ്യൻസും. പ്രിപ്പറേഷനൊക്കെ എങ്ങനെയായിരുന്നു? പ്രിപ്പറേഷന് കൂടുതൽ നമ്മുടെ മെയിൻ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു. പിന്നെ ആ 25 ക്വസ്റ്റ്യൻസ് വരേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നോക്കി. പിന്നെ കുറച്ച് ടീച്ചേഴ്സും കുറേ മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് ജോൺ എബ്രഹാം. എവിടുന്നാ വരുന്നത്? ഞാൻ വയനാട് നിന്നാണ്. വയനാട് അപ്പോൾ സെന്റർ കൊടുത്തില്ലേ? കോഴിക്കോട്. പക്ഷെ ആദ്യത്തെ എക്സാം ഇംഗ്ലീഷിന് എനിക്ക് അവിടെ കിട്ടിയത്, പിന്നെ ജേർണലിസം ഇവിടെ കിട്ടി. സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നോ കോഴിക്കോട്? അല്ല, ഫസ്റ്റ് ഓപ്ഷൻ കോഴിക്കോട് തന്നെയായിരുന്നു. ഓക്കെ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല, വലിയ പാടൊന്നുമില്ല. അപ്പം മുമ്പ് പഠിച്ചത് ഈ ബാച്ചലർ ജേർണലിസം തന്നെയാണോ? അല്ല, ഞാൻ ഇംഗ്ലീഷ് ആയിരുന്നു. പാർട്ടി എ എങ്ങനെ ഉണ്ടായിരുന്നു? പാർട്ട് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ പാർട്ടി എനക്കാളും കമ്പാരിറ്റീവ്ലി സബ്ജക്റ്റ് ആയിരുന്നു എളുപ്പം. പാർട്ട് എന്നെക്കാട്ടിലും സബ്ജക്റ്റ് തന്നെയാണ് എളുപ്പം. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ വന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത.
നമ്മൾ പ്രതീക്ഷ വന്നിട്ട് വന്നില്ല. സോ ഈ ഒരു അവസരത്തിൽ ഇനി എക്സാം എഴുതാനുള്ള കുട്ടികളോട് എന്താ പറയാനുള്ളത്? ഈ എക്സാം എഴുതാനുള്ള കുട്ടികളോട് എന്താ, പാർട്ടിയെ വലുതായിട്ട് നോക്കണ്ട, പാർട്ടി ബി, കാരണം നമ്മുടെ സബ്ജക്റ്റ് നോക്കിക്കോളൂ. അപ്പം പേരെന്താ? പേര് മുഹമ്മദ് നിസാർ. മുഹമ്മദ് റിസാൻ. എവിടുന്നാ വരുന്നത്? ഞാൻ പരപ്പനങ്ങാടി. പരപ്പനങ്ങാടി. അപ്പം മലപ്പുറത്ത് സെന്റർ കൊടുത്തില്ല? മലപ്പുറത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കോഴിക്കോടും കൊടുത്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോടൊപ്പം കിട്ടിയത്. ഏത് എക്സാം എഴുതിയ? ഞാനിപ്പോൾ അത് ജേർണലിസം. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? എക്സാം കുഴപ്പമില്ല, അത്യാവശ്യം അറിയുന്ന ക്വസ്റ്റ്യനൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പൊളിച്ചു? കുഴപ്പമില്ല. സോഷ്യൽ മീഡിയ സംബന്ധമായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബറെ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ പരീക്ഷയുടെ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം. പ്രിപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ല. പേര്? സഫ്ന. എവിടുന്നാ വരുന്നത്? നാദാപുരം. അപ്പം ഇന്ന് ഏത് എക്സാം എഴുതിയേ? മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പം നമ്മുടെ ഇന്നലത്തെ ലൈവ് ഒക്കെ കണ്ടിരുന്നു? ഇന്നലത്തെ കണ്ടില്ല, ഞാൻ ഒരുപാട് ക്ലാസ് കണ്ടായിരുന്നു. അത് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? എക്സാം വളരെ ടഫല്ല, കുറച്ചുകൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ വളരെ ഈസി ആയിട്ട് കിട്ടേണ്ടതായിരുന്നു. അപ്പം മെയിൻ ആയിട്ട് നോക്കുന്നത് MassCom തന്നെയാണോ? MassComഉം MSW ആണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏത് യൂണിവേഴ്സിറ്റി പഠിക്കണം എന്ന് ആഗ്രഹം? എവിടെയാന്ന് ഇപ്പൊ അങ്ങനെ വലിയ തീരുമാനമൊന്നുമില്ല. നല്ല ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കിട്ടാന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് പോകും. കേരളത്തിന് പുറത്ത് എന്താണ് പോണെന്നാണ്? അതെ, ഞാൻ ഓൾറെഡി ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 3rd ഇയർ കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഏത് കോളേജായിരുന്നു? ജാക്കിർ ഹുസൈൻ. അടിപൊളി കോളേജാണ്. അപ്പോൾ ശരി, ഓൾ ദി ബെസ്റ്റ്. പേരെന്തായിരുന്നു? അദീന. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ജനറൽ സെക്ഷൻ കുറച്ച് ടഫായിരുന്നു. സോഷ്യോളജി കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. സോഷ്യോളജിയിലാണ് എക്സാം എഴുതിയിട്ടുള്ളത്. ജനറലിനേക്കാളും എളുപ്പമായിരുന്നു സബ്ജക്ട്? എത്ര മാർക്ക് കൊടുക്കും 10-ല്? എക്സാമിനാണോ? എക്സാമിന് നല്ല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു 9 മാർക്ക് കൊടുക്കാം എക്സാമിന്. നമുക്കോ സെൽഫായിട്ട് ഒരു 7, 6 ആയിരുന്നു. അപ്പൊ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല, എവിടെ കിട്ടിയാലും. എന്തെങ്കിലും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ പ്രിപ്പറേഷൻ ആയിട്ടില്ല. ഇനി എക്സാം എഴുതാൻ വരുന്ന കുട്ടികളോട് എന്തെങ്കിലും പറയാനുണ്ടോ? നന്നായി പഠിച്ചിട്ട് വരണം. NTNോട് എന്തെങ്കിലും പറയാനുണ്ടോ? ജനറൽ സെക്ഷൻ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് ഇതാക്കുന്നത്. മാത്സ് ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫാണ്. ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ല. ജനറൽ നോളജ് കുറച്ചും കൂടി വൈഡായിട്ട് ചോദിക്കാം. കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ടോ? കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പാർട്ട് എ കുറച്ച് പ്രശ്നമായിരുന്നു, ടഫായിരുന്നു. അതിൽ മാത്തമാറ്റിക്സ് ഡെറിവേഷൻ വന്നതുകൊണ്ട് കുറച്ച് ഇതായി. പക്ഷേ പാർട്ട് ബി കുഴപ്പമില്ല, അത്യാവശ്യം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പം പാർട്ട് ബി ആണ് പാർട്ട് എനേക്കാളും എളുപ്പം എന്നാണ് എൻ്റെ ഒരു. എന്തെങ്കിലും എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടായിരുന്നോ? പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് പിന്നെ MCQ ആ ഒരു സിലബസാണ് ഞാൻ അധികം നോട്ട് ചെയ്യാറുള്ളത്. PYQ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ഇല്ലായിരുന്നു. എൻ്റെ ഒരു നെഗറ്റീവായിട്ട് തന്നത് ആ ഒരു തന്നെയായിരുന്നു. സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ജനറലായിട്ട് ഈ അടുത്ത് വന്ന കറണ്ട് അഫയേഴ്സ് പോലത്തെ ക്വസ്റ്റ്യൻസും അത്യാവശ്യം ഉണ്ടായിരുന്നു. ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹം? സെൻട്രൽ യൂണിവേഴ്സിറ്റി തമിഴ്നാട്ടിൽ കഴിഞ്ഞ പോലെ കിട്ടിയതായിരുന്നു. പക്ഷെ അതിന്റെ ഒരു ഇമെയിൽ അയക്കണ പരിപാടി മിസ്സായതുകൊണ്ട് പോയതായി. ഇപ്രാവശ്യം അവിടെ തന്നെ കിട്ടിയ. സോ എന്താണെങ്കിലും ഇത്തവണ അവിടെ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. വിഷു ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ യൂട്യൂബ് ക്ലാസ്സസും അതുപോലെ തന്നെ സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് പഠിക്കലാണ്. അതാണ് Prepwise UG+ കാണലുണ്ട്. ഞാൻ എല്ലാ ക്ലാസ്സും കാണലുണ്ട്. എന്താണ് റീസണിങ്ങും അത് അതിൻ്റെ ഇത് കാണലുണ്ട്. അതുപോലെ തന്നെ സോഷ്യോളജി, MSW മറ്റേ ഇതില്ലേ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. അത് ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാനാണ് ആഗ്രഹം? എനിക്ക് ഹൈദരാബാദ്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്നത്? ജാൻവി തന്നെ കിട്ടണമെന്നാണ് ആഗ്രഹം. പിന്നെ അറിയില്ലായിരിക്കും, എക്സാം എഴുതിയുണ്ട്, കോൺഫിഡൻസ് ഉണ്ട് അവിടെ ഇങ്ങനെ കിട്ടുമായിരിക്കും, നോക്കാം. സോ Prepwiseനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? Prepwise UG+? കേട്ടിട്ടുണ്ട്. ഞാൻ സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട്. ക്ലാസ് കാണാറുണ്ടോ? ഞാൻ ഫസ്റ്റ് കഴിഞ്ഞ വർഷം കാണുന്നുണ്ട് CUET, പിന്നെ തിരക്കിലായപ്പോൾ കാണാണ്ടായി. എന്നാലും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്ന മൊത്തം Prepwise തന്നെയാണ്. ഇങ്ങനെ നോട്ടിഫിക്കേഷനിൽ കാണും, അപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയാം, അങ്ങനെ നോക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി തന്നെ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.
അപ്പം ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെടുന്നതാണോ ആഗ്രഹം? ഞാനിപ്പം ഞാൻ ഡൽഹിക്കാണ് കൂടുതൽ, ഡൽഹി യൂണിവേഴ്സിറ്റി എക്സാം ആയില്ല, അതിനേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. വെരി ബെസ്റ്റ്. അപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നത്? ഞാൻ ഹൈദരാബാദ്. ഹൈദരാബാദാണ്. ഞാൻ ഹൈദരാബാദ് അലുമിനിയാണ്. ഓ, അപ്പം പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? പ്രിപ്പറേഷൻ ഞാൻ ഒരു 3 months ഞാൻ ഓൺലൈനിൽ എന്താ കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കി, പിന്നെ GK ലാംഗ്വേജ് എനിക്ക് നല്ലോണം അറിയുന്നതാണ്. പിന്നെ വേറെ നോക്കിയിട്ട് അത്യാവശ്യം ഏതെങ്കിലും ക്വസ്റ്റ്യൻ റീകോൾ ചെയ്യാൻ പറ്റുമോ? ഈസി ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഉണ്ടോ? ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ സിഇഒമാരെ ചോദിച്ചിരുന്നു. സിഇഒമാരെ ചോദിച്ചു. അതായത് ഗൂഗിളിന്റെ സിഇഒ ആരാണ്? ഗൂഗിളിന്റെ കൂടെ സിഇഒ സിന്ദർ പിച്ചെ, പിന്നെ ആമസോണിന്റെ ജസ്ബർഗ്, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു. അപ്പൊ അത് ഈസിയായി ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഓർത്തെടുക്കണം ബാക്കിയുള്ള കുഴപ്പമില്ല. അപ്പം പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? പ്രിപ്പറേഷൻ മെയിനായിട്ട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണും, പിന്നെ പൊതുവായിട്ടുള്ള അറിവുകളാണ്. ഏത് യൂണിവേഴ്സിറ്റി എത്തിപ്പെടുന്ന ആഗ്രഹം? എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഡൽഹിയിലുള്ള യൂണിവേഴ്സിറ്റി പഠിക്കാനാണ്. ഡൽഹി പഠിക്കണമെന്നാണ് ആഗ്രഹം. ഇപ്പം നാട്ടിൽ എവിടെയാണ് പഠിച്ചത്? നാട്ടിലിവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി KMCT കോളേജിലാണ്. എൻ്റെ വീട് അതിനടുത്താണ്. എന്നാൽ ശരി, വളരെ ബെസ്റ്റ്. വീണ്ടും കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ നമ്മുടെ മറ്റൊരു സബ്സ്ക്രൈബറെ കൂടെ കിട്ടിയിട്ടുണ്ട്. നോക്കാം. ഏത് എക്സാം എഴുതിയ? MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാളും. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? വലിയ കുഴപ്പമില്ല. പ്രശ്നമില്ല. പ്രിപ്പറേഷൻ ഒക്കെ യൂട്യൂബ് വീഡിയോസ് ആണ് കൂടുതലും. പ്രപ്പൈസ് വീഡിയോസ് ആണ് ഏകദേശം. പേര്? അശ്വതി. എവിടുന്നാ? ഏത് യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നത്? പോണ്ടിച്ചേരി. രണ്ടുപേരും. ഏട്ടൻ എവിടെയാണ് പഠിച്ചത്? അപ്പം പോണ്ടിച്ചേരി തന്നെ എത്തണമെന്നാണ്. ബാക്കി യൂണിവേഴ്സിറ്റികൾ സെക്കൻഡ് പ്രിഫറൻസ്. ഹൈദരാബാദൊന്നും പോകാൻ ആഗ്രഹമില്ല? എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ പോണ്ടിച്ചേരി കിട്ടുന്നതാണ് സന്തോഷം. അപ്പം മൊത്തത്തിൽ എത്ര എക്സാം കഴിഞ്ഞു ഇതുവരെ? MA 2 കഴിഞ്ഞു. 4 കഴിഞ്ഞു. MCOM, MCA, പിന്നെ ജേർണലിസം, പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അങ്ങനത്തെ. വേറെ ഏതെങ്കിലും 4 പേപ്പറാണോ മൊത്തം കൊടുത്തത്? 5 ഉണ്ട്. MBA കൂടെ ഉണ്ട്. 12-ാം തീയതി. എത്ര പേപ്പർ ഉണ്ട്? MBA കൂടി ഉണ്ട് നാളെ. MBA കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ആപ്റ്റാണ്. കോണ്ടന്റ്സ് ഒക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു. ആണല്ലേ? കുറെയൊക്കെ അവിടുന്ന് തന്നെയാണ്. ഞാൻ പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, യൂട്യൂബിൽ എല്ലാം കാണും, അങ്ങനെ തന്നെ പ്രിപ്പയർ. എന്നാൽ ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി എത്തിപ്പെട്ടെ വളരെ ബെസ്റ്റ്. അപ്പം എല്ലാവരുടെയും പ്രതികരണങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ജേർണലിസ്റ്റ് എഴുതിയവരായിക്കോട്ടെ, മറ്റ് പരീക്ഷകൾ സോഷ്യോളജിയൊക്കെ എഴുതിയവരായിക്കോട്ടെ, വളരെ രസകരമായുള്ള പ്രതികരണങ്ങളാണ്. ഫൈവും റസ്ബിനും എത്തിയിട്ടുണ്ട്. ചോദിച്ചോക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് അത്യാവശ്യം കുട്ടികളെ നല്ലോണം കുഴപ്പിച്ചിട്ടുണ്ട് പരീക്ഷ എന്ന് പറഞ്ഞത്. വെള്ളം കുടിച്ചു പോയി എന്നാ പറഞ്ഞത്. ഇല്ലല്ല, സഹകരിക്കുന്നില്ല. നല്ല വിഷയമുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ചില സ്റ്റുഡൻസ് ഇവർ ഏത് എക്സാം എഴുതാനാ വന്നതെന്ന് പോലും അറിയാത്തവരുണ്ട്. ഇന്നലെ വന്നത് ഏതിനാണ്, ഇന്നലെ വന്നത് ഇന്നും വന്നത് ഏതാ എഴുതിയത് എന്നറിയില്ല എന്ന് വരെ പറയുന്നു. ഇന്നലെ പോയ കിളി ഇതുവരെ തിരിച്ചു വന്നില്ല എന്നാ പറഞ്ഞത്. ഇന്നലത്തെ പരീക്ഷ ഓർമ്മല്ല, ഇന്നത്തെ പരീക്ഷ ഓർമ്മല്ല. അപ്പോൾ പ്രിപ്പയർ ചെയ്യാത്തവരെ സംബന്ധിച്ചല്ലേ കുറഞ്ഞ പ്രിപ്പറേഷനുമായി വരുന്നവർക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടാവുന്നുണ്ട് പരീക്ഷ എന്ന് തന്നെ കണക്കിലെടുക്കാം. എന്നാലും പഠിച്ചവരൊക്കെ പറഞ്ഞത് പ്രപ്പോയ്സ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പട്ടാപ്പട്ടിന്റെ വീഡിയോസ് PYQ അവർക്ക് നല്ല യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ പ്രതികരണം കണ്ടിട്ടുണ്ടാവണം. അപ്പൊ എങ്ങനെയാണെങ്കിലും ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ പരീക്ഷകളും ഇവിടെ അവസാനിക്കുന്നു. നൗഫൽ സാർ ഒരാൾ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഈ വീഡിയോയിൽ പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സെഷനിൽ മറ്റൊരു പരീക്ഷയുടെ പ്രതികരണങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.